നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പാങ്ങോട് പോലീസ് വാങ്ങിയ കസ്റ്റഡിയാണ് ഇന്ന് അവസാനിക്കുന്നത്. വൈകിട്ടോടെ ഈ പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് റിമാൻഡ് ചെയ്യും. തുടർന്ന് അഫാന്റെ പിതൃ സഹോദരന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അനുജന്റെയും പെൺസുഹൃത്തിന്റെയും കൊലപാതകത്തിൽ അവസാനമാകും വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കുക. ഇന്നലെ പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലും അഫാന്റെ സ്വന്തം വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിൽ കൊലപാതകങ്ങൾ നടത്തിയത് എങ്ങനെയാണ് എന്ന് ഒരു ഭാവമാറ്റവും ഇല്ലാതെ അഫാൻ പോലീസിനോട് വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, അഫാൻ ബന്ധുക്കളെയും കാമുകയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലടക്കം ഇനി തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമായിരുന്നു വീടിന് ചുറ്റും കൂടിയത്. അഫാൻ ആദ്യം കൊലപ്പെടുത്തിയത് സൽമ ബീവിയായിരുന്നു. അതായത് പിതൃമാതാവിനെയാണ് കൊലപ്പെടുത്തിയത്. സൽമ ബീവിയുടെ വീട്ടിലെത്തിയ അഫാൻ മുത്തശ്ശിയോട് സ്വർണ്ണമാല ഊരിത്തരാൻ ആവശ്യപ്പെട്ടു. ഇത് കിട്ടിയില്ല. ഇതോടെ സൽമ ബീവിയെ അഫാൻ കൊലപ്പെടുത്തുകയായിരുന്നു. മാല പണയം വെച്ച സ്ഥാപനത്തിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തും. അഫാന്റേത് അസാധാരണ പെരുമാറ്റമാണ് എന്നാണ് പോലീസിന്റെയും ഡോക്ടർമാരുടെയും നിലവിലെ വിലയിരുത്തൽ. എന്തായാലും അഫാൻ ഇപ്പോൾ ജയിലിലാണ്. 7 ദിവസം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇയാളുടെ പെരുമാറ്റം അസാധാരണമെന്നാണ് പോലീസും ഡോക്ടർമാരും ഒക്കെ വിലയിരുത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് ഇയാൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇയാൾ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണത്തിനായി 3 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഉമ്മ മരിച്ചെന്ന് കരുതിയെന്നും അതിനാലാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി അടക്കമുള്ള മൊഴികളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഉമ്മ ജീവനോടെ ഉണ്ടെന്ന വിവരം 2 ദിവസം മുമ്പ് അറിഞ്ഞു. തനിക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മയെയും അനുജനെയും പെൺസുഹൃത്തിനെയും ആയിരുന്നു. ഇവരില്ലാതെ തനിക്കോ താനില്ലാതെ അവർക്കോ ജീവിക്കാനാകില്ല. അതുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും കൊലപ്പെടുത്തിയതെന്നായിരുന്നു അഫാൻ നേരത്തെ നൽകിയിരുന്ന മൊഴി. എന്തായാലും സാമ്പത്തിക ബാധ്യത കുടുംബത്തെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നതടക്കമുള്ള ആ ഒരു മൊഴിയിൽ തന്നെ അഫാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വലിയൊരു ജനപ്രതിഷേധം ഉണ്ടാകും അഫാനെതിരെ എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊന്നും അഫാനെതിരെ കഴിഞ്ഞ ദിവസം ഉയർന്നില്ല. കൊല്ലപ്പെട്ട സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ കനത്ത സുരക്ഷയായിരുന്നു. പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായി. വായ്പയുടെ പലിശ പ്രതിദിനം 10,000 രൂപയിലേക്ക് എത്തി. ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വന്നു. ഇതോടെയാണ് ഇത്തരത്തിൽ ഒരു ക്രൂര കൊലപാതക പരമ്പരയിലേക്ക് താൻ നയിക്കപ്പെട്ടതെന്നാണ് അഫാൻ പോലീസിനോട് നേരത്തെയും വെളിപ്പെടുത്തിയത്. ആദ്യം ആത്മഹത്യ ചെയ്യാമെന്ന് കരുതി, പക്ഷേ ആ പദ്ധതി നടന്നില്ല. ഇതോടെ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. എന്തായാലും ഈ ഒരു കേസിൽ ഇയാൾക്ക് വേണ്ടിയിട്ടൊരു അഡ്വക്കേറ്റ് ഹാജരായിരുന്നു. പ്രതി അഫാന്റെ വക്കാലത്തിൽ നിന്ന് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ ഉവൈസ് ഖാൻ ഒഴിഞ്ഞ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആര്യനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ ഉവൈസ് ഖാൻ കേസ് ഏറ്റെടുത്തതിനെതിരെ KPCCക്ക് പരാതി കിട്ടി. വക്കീലിന്റെ നീക്കം കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കിയെന്നും കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് വിലക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സൈദലിയാണ് പരാതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് വക്കാലത്തൊഴിഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ഭീഷണി മുഴക്കി അഫാന്റെ മാതാവ് ഷെമിയും താനും ആത്മഹത്യ ചെയ്യുമെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമി പറഞ്ഞു. താൻ ഇളയ മകന്റെ കൂടെ പോകുമെന്നാണ് ഷെമി പറഞ്ഞത്. ആശുപത്രിയിൽ നിന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം. ഇളയ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ കഴിഞ്ഞ ദിവസം മുതൽ ഷെമിയുടെ ആരോഗ്യനില വളരെ വലിയ രീതിയിൽ വഷളായിരിക്കുകയാണ്. ഷെമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തിക കാരണങ്ങളാൽ ആശുപത്രി മാറ്റാനാണ് ബന്ധുക്കളുടെ നീക്കം. നിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഷെമി ചികിത്സയിലായിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായക സംഭവമുണ്ടായി. അഫാന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ചോദ്യം ചെയ്യലിന് അഫാൻ സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ബാത്റൂമിൽ പോകാനായി വിലങ്ങഴിച്ചപ്പോഴായിരുന്നു ഇയാൾ വീണത്. ഇന്നലെ ഉയരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വീണത്. അതോടെ അഫാൻ ചാടിയതാണോ എന്ന സംശയവും ശക്തമാണ്. ഉടനെ കല്ലറയിൽ ആശുപത്രിയിൽ എത്തിച്ചു. രക്തസമ്മർദ്ദം തീരെ കുറവായിരുന്നു. ഇതുകൊണ്ടാണ് കുഴഞ്ഞു വീണതെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. ഈ രക്തസമ്മർദ്ദം കുറവായതുകൊണ്ടാണ് കുഴഞ്ഞു വീണതെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത്. ജയിലിലായതിനു ശേഷം അഫാൻ ഉറങ്ങാറില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതാണ് രക്തസമ്മർദ്ദം കുറച്ചതെന്നാണ് ഡോക്ടർമാർ നിരീക്ഷിക്കുന്നത്. ഈ
സാഹചര്യത്തിൽ അഫാന് ചികിത്സ തുടരേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തി ഇതോടെ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും സെല്ലിൽ എത്തിക്കുകയും അതിനുശേഷമാണ് തെളിവെടുപ്പിനെത്തിക്കുകയും ചെയ്തത്. ഫെബ്രുവരി 24-നായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങൾ നടന്നത്. ഇതിന് പിന്നാലെ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. എലിവിഷം കഴിച്ചുവെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് 7 ദിവസത്തോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രതി. അതിനുശേഷമാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് ഈ പ്രതിയെ മാറ്റിയത്. ആദ്യം സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ചോദ്യം ചെയ്യലിനിടെ സൽമ ബീവിക്കെതിരെയും കൊലപ്പെടുത്താനുള്ള കാരണമൊക്കെ അഫാൻ മൊഴിയായി പറഞ്ഞിരുന്നു. അതിനുശേഷം തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അഫാന്റെ വീട്ടിലും എത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. ഇനിയും നിർണായകമായ തെളിവെടുപ്പും ചില കേസുകൾ, അതായത് വിവിധ ഇടങ്ങളിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പല സ്റ്റേഷനുകളായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുകളിലൊക്കെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യേണ്ടതും തെളിവെടുപ്പിന് എത്തിക്കേണ്ടതായിട്ടുള്ള പ്രക്രിയയ്ക്ക് ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.